ഓക്കെ, ആചാര്യയുടെ ഓൺലൈൻ ക്ലാസ് +1 കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് കോമ്പിനേഷൻ ഓഫ് ലോസ് ആണ്, കുറച്ച് ലോസ് ആണ് പറഞ്ഞത്. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. ഒരു തിയറിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം ഡാൾട്ടൺ തിയറി, ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി, ആറ്റവുമായി റിലേറ്റ് ചെയ്ത് ഡാൾട്ടൺ പറഞ്ഞിരിക്കുന്ന തിയറിയാണ് നമ്മൾ പറയാൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡാൾട്ടൺ അറ്റോമിക് തിയറിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ആറ്റത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഡാൾട്ടൺ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റം. എല്ലാ ദ്രവ്യവും ഉണ്ടാക്കിയിരിക്കുന്നത് ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ആ ടൈനി പാർട്ടിക്കിൾസിനെ വിളിച്ച പേരാണെന്ത്? ആറ്റം. അതേപോലെ അതിൽ കുറച്ച് പോസ്റ്റുലേറ്റ്സ് ആണ് ഈ പറയാൻ പോകുന്നത്. ഇപ്പോൾ നോക്കാം. അതിൽ പോസ്റ്റുലേറ്റ് പറഞ്ഞു എന്താണ്? മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആറ്റമാണ്, ആറ്റമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കൂ. അടുത്ത പോസ്റ്റുലേറ്റ് പറയുന്നത് ആറ്റം ഓഫ് സെയിം എലമെന്റ്സ് ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടി. ഒരേപോലത്തെ ആറ്റങ്ങൾക്ക് ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും, ഒരേപോലത്തെ പ്രോപ്പർട്ടി ആയിരിക്കും. ഇപ്പോൾ കാർബൺ ആണെങ്കിൽ അടുത്തൊരു ആറ്റം മറ്റൊരു കാർബൺ ആണെങ്കിൽ രണ്ട് കാർബൺ എവിടെ നിന്ന് എടുത്താലും ആ കാർബൺ രണ്ടുപേരും കാണിക്കുന്ന ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. ഈ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്യാൻ ബി വാട്ട് യു കാൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓർ കെമിക്കൽ പ്രോപ്പർട്ടി ആവാം. ഇനി അടുത്ത് നോക്കിയോ. അടുത്ത് പറയുന്നത് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് പ്രോപ്പർട്ടി. വ്യത്യസ്ത എലമെന്റ്സ് എടുക്കുമ്പോൾ വ്യത്യസ്ത പ്രോപ്പർട്ടി ആയിരിക്കും. സോഡിയം എന്ന് പറയുന്ന എലമെന്റ് ആണ്. ആ എലമെന്റ് കാണിക്കുന്ന അതേ പ്രോപ്പർട്ടി അല്ല ആര് കാണിക്കുന്നത്? കാൽഷ്യം കാണിക്കുന്നത് അല്ലെങ്കിൽ കാർബൺ കാണിക്കുന്നത്. Atoms of different elements show different properties എന്ന രീതിയിൽ പറയാം. അപ്പം അടുത്ത ഇതിലാണ് പറയുന്നത് atoms of different elements have different properties. അപ്പോൾ അടുത്ത പോയിന്റ് elements combined form compound. എലമെന്റുകൾ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് മാത്രമേ കോമ്പൗണ്ട് ആവൂ. വളരെ എടുത്ത് പറയേണ്ട പോയിന്റ് ഉണ്ട്. ഇൻ എ ഫിക്സഡ് റേഷ്യോ, ഒരു ഫിക്സഡ് റേഷ്യോയിൽ മാത്രമേ എലമെന്റ് കമ്പൈൻ ചെയ്യൂ. അവർ കമ്പൈൻ ചെയ്താൽ എന്തുണ്ടാവും? കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പം എലമെന്റ്സ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ ടു ഫോം കോമ്പൗണ്ട്. അടുത്ത ലാസ്റ്റ് പറയുന്ന നോക്കിയോ. ആറ്റം ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിർമ്മിക്കാനോ പുതിയ ആറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് നശിക്കുകയോ ചെയ്യുന്നില്ല. ഇതാണ് ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്ന പോയിന്റുകൾ. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഡാൾട്ടൺ അറ്റോമിക് തിയറി മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾസിനെ വിളിച്ച പേരാണ് ആറ്റം എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ ആറ്റം ആണെങ്കിൽ അത് ഐഡന്റിക്കൽ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്പുള്ള ആറ്റം ആണെങ്കിൽ അത് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് എപ്പോഴും എലമെന്റുകൾ കമ്പൈൻ ചെയ്യുന്ന ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും. ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് ഉണ്ടാവും. ലാസ്റ്റ് പറഞ്ഞത് ആറ്റം ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ആറ്റം നിർമ്മിക്കാനും കഴിയത്തില്ല, നശിപ്പിക്കാനും കഴിയത്തില്ല ഇൻ എ കെമിക്കൽ റിയാക്ഷൻ എന്നാണ്. ഇപ്പോൾ ഡാൾട്ടന്റെ തിയറിയിൽ നിന്ന് നമ്മൾ പറയുന്ന കാര്യം, മെയിനായിട്ടും മനസ്സിലാക്കിയ കാര്യം മാസ് എന്നാണ്, അറ്റോമിക് മാസ്. എന്താണ് അറ്റോമിക് മാസ്? അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അറ്റോമിക് മാസ് എന്നാണ്. അറ്റോമിക് മാസ്, ആറ്റത്തിന്റെ ഭാരം. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ആറ്റത്തിന്റെ ഭാരം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് വേറൊരു ആറ്റത്തിന്റെ സഹായത്തോടെയായിരിക്കും. അതുകൊണ്ട് അറ്റോമിക് മാസിനെ അറിയപ്പെടുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നാണ്. ഒന്നിനെ റിലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മറ്റൊന്നിന്റെ ഭാരം കാണുന്ന രീതിയെ പറയുന്ന പേരാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. അപ്പോൾ അറ്റോമിക് മാസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാർബൺ 12ന്റെ 1/12 പോർഷൻ ആണ് ഉപയോഗിക്കുന്നത്. കാർബൺ 12ന്റെ 1/12 പോർഷൻ, കാർബൺ 12ന്റെ 1/12 പോർഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ആറ്റത്തിന്റെ ഭാരം കണ്ടുപിടിക്കുന്നത്. അപ്പം കാർബൺ എന്ന ആറ്റത്തിന്റെ സഹായത്തോടെയാണ് നമ്മൾ ബാക്കിയുള്ള എലമെന്റുകളുടെ, ബാക്കിയുള്ള ആറ്റങ്ങളുടെ ഭാരം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ കണ്ടുപിടിക്കുന്ന രീതി ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ AMU. എന്താണ് 1 AMU എന്ന് ചോദിച്ചാൽ, എന്താണ് 1 AMU എന്ന് ചോദിച്ചാൽ അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഇറ്റ്സ് എ മാസ് 1/12 പോർഷൻ ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. 1/12 പോർഷൻ ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. എന്താ പറഞ്ഞേ? 1/12 പാർട്ട് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്.
ഐസോടോപ്പിനെ പറയുന്ന പേരാണെന്ത് 1 AMU. ഈ 1 AMU എന്ന് പറഞ്ഞാൽ ഗ്രാമിൽ നമുക്ക് പറഞ്ഞാൽ 1.66 into 10⁻⁻24 ഗ്രാം, അല്ല എങ്കിൽ 1.66 into 10⁻⁻27 കിലോഗ്രാം. 27 കിലോഗ്രാം. ഓക്കെ, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം 1 AMUവിന്റെ വാല്യൂ എത്രയാണ്? 1.66 into 10⁻⁻27 kg. കിലോഗ്രാമിൽ പറയുമ്പോൾ 1.66 into 10⁻⁻27 വരും. ഗ്രാം പറയുമ്പോൾ 1.66 into 10⁻⁻24 ഗ്രാം എന്നും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ AMU വെച്ചു അതിന്റെ യൂണിറ്റ് ആണ്, AMUവിന്റെ യൂണിറ്റ് ആണ് U എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. U AMUവിന്റെ യൂണിറ്റ് എന്താണ്? U. അപ്പം അറ്റോമിക് മാസിന്റെ യൂണിറ്റ് എന്താണ്? U. എന്താണ് യുവിന്റെ ഫുൾ ഫോം? യൂണിഫൈഡ് മാസ് എന്നാണ്. യൂണിഫൈഡ് മാസ്. അപ്പോൾ യുവിന്റെ ഫുൾ ഫോം എന്താണ്? യൂണിഫൈഡ് മാസ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് കുറെ എലമെന്റുകളുടെ ഭാരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എലമെന്റ് പേര് ഇവിടെ എഴുതാം. ഹൈഡ്രജന്റെ ഭാരം എത്ര? 1U. യഥാർത്ഥത്തിൽ കറക്റ്റ് പറഞ്ഞാൽ ഹൈഡ്രജന്റെ ഭാരം 1.008 എന്നാണ്. അതായത് നമ്മൾ റൗണ്ട് ഫിഗർ ആക്കിയിട്ടാണ് എന്തിലോട്ട് കൊണ്ടുവന്നത്? 1. കണ്ടോ? ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ളതിന്റെ ഭാരങ്ങൾ. ഇനി അതേപോലെ ഹീലിയത്തിന്റെ ഭാരം 4U. യുയിലാണ് പറയുന്നത്. കണ്ടോ? യു എന്താണ്? യൂണിറ്റ് ആണ്, അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. അതേപോലെ കാർബണിന്റെ ഭാരം എത്രയാണ്? 12U. ഓക്സിജന്റെ ഭാരം എത്രയാണ്? 16U. സൾഫറിന്റെ ഭാരം 32U. ക്ലോറിന്റെ പറയല്ല, ഞാൻ ആദ്യം കാൽഷ്യത്തിന്റെ ഭാരം 40U. അങ്ങനെ എലമെന്റുകളുടെ ഭാരങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഭാരം കണ്ടുപിടിക്കുന്ന ഏത് വെച്ചാണ്? AMU വെച്ചാണ്. എന്താണ് 1 AMU എന്ന് വെച്ചാൽ 1/12th പോർഷൻ ഓഫ് കാർബൺ 12 ഐസോടോപ്പ്. നിങ്ങൾ പഠിച്ച കാര്യമാണ് നേരത്തെ കൂട്ടി. അതിന്റെ അത് എത്രയാണെന്ന് പറഞ്ഞാൽ 1.66 into 10⁻⁻27 kg ആണ്. ഞാൻ പറഞ്ഞു ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ U എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. U എന്ന് വെച്ചാൽ യൂണിഫൈഡ് മാസ്. അപ്പോൾ ഓരോ ആറ്റത്തിന്റെ ഭാരത്തിനോടൊപ്പം U പറയണം. അല്ല, ഹൈഡ്രജന്റെ ഭാരം 1U, ഹീലിയം 4U, കാർബൺ 12U, ഓക്സിജൻ 16U, സൾഫർ 32U, കാൽഷ്യം 40U. ഇങ്ങനെയാണ് അതിന്റെ അറ്റോമിക് മാസ് പറയുന്നത്. ഇത് കൂടാതെ ചില എലമെന്റുകളുടെ അറ്റോമിക് ഭാരം ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവരുടെ ആവറേജ് അറ്റോമിക് മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്താ പറയുന്നത്? ആവറേജ് അറ്റോമിക് മാസ്. ആവറേജ് അറ്റോമിക് മാസ്. എന്താണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ? ഉദാഹരണത്തിന് രണ്ട് എലമെന്റുകൾ ഉണ്ട്. രണ്ട് ക്ലോറിൻ ആണ്. ക്ലോറിൻ, ഈ ക്ലോറിൻ അന്തരീക്ഷത്തിലുള്ളത് രണ്ട് ഭാരത്തിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ക്ലോറിന്റെ ഭാരം 35 ഉണ്ട്, 37 ഉണ്ട്. കണ്ടോ? ഈ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. നമ്മൾ എപ്പോഴും അറ്റോമിക് നമ്പർ താഴെ എഴുതും, അതിന്റെ മാസ് എപ്പോഴും നമ്മൾ മണ്ടേ എഴുതും. മാസ് നമ്പർ അല്ലെങ്കിൽ മാസ് നമ്പർ മണ്ടേ എഴുതും. അപ്പം അറിയുക, അപ്പൊ ക്ലോറിന്റെ അറ്റോമിക് ഭാരം എത്രയാണ്? 35 ആണ്. 37ലും ഇത് അവൈലബിൾ ആണ്. അന്തരീക്ഷത്തിൽ രണ്ട് രീതിയിൽ ഇത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് നമ്മൾ ക്ലോറിന്റെ ഐസോടോപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ഐസോടോപ്പ്. അപ്പം ഇതെന്താണ്? ക്ലോറിന്റെ ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഐസോടോപ്പ് എന്നാണ് പറയുന്നത്. എന്താണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ? ആ വാക്കിലോട്ട് വന്നിട്ട് ആവറേജ് അറ്റോമിക് മാസ് പറയും. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എലമെന്റ് having same atomic number, same element having same atomic number but different mass number. ഐസോടോപ്പിന് വേറൊരു എക്സാമ്പിൾ പറയാം. C12 6, C13 6, C14 6. നോക്കിയേ, കാർബണിന്റെ ഐസോടോപ്പുകളാ C12, C13, C14. എന്തുകൊണ്ടാണ് ഐസോടോപ്പ് എന്ന് വിളിക്കുന്നത്? സെയിം എലമെന്റ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. അങ്ങനെ വന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോടോപ്പ്. അപ്പൊ ഇവിടെ നോക്കിയോ, ഇവിടെ ക്ലോറിന്റെ ഐസോടോപ്പിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയാൻ വന്നേ. അപ്പം ഇങ്ങനെ ഐസോടോപ്പായിട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഭാരം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന കണ്ടീഷനിലാണ് രണ്ടെണ്ണം വരുമ്പോൾ നമുക്ക് അതിന്റെ ആവറേജ് മാസ് കണ്ടുപിടിക്കണം. അപ്പൊ ആവറേജ് മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ പെർസെന്റേജ് അനുസരിച്ചാണ് ആവറേജ് മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നോക്കിയോ, 35 ക്ലോറിൻ 35 നമുക്ക് അന്തരീക്ഷത്തിൽ 75% ഉണ്ട്. ക്ലോറിൻ 37 ആണെങ്കിൽ 25% ഉണ്ട്. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം. ആദ്യം അതിന്റെ ആവറേജ് മാസ്, ആവറേജ് അറ്റോമിക് മാസ്, ആവറേജ് അറ്റോമിക് മാസ് സമം എന്താണ്? 35 into 75/100
പ്ലസ് അതായത് 75%. 37 into 25/100. ഇത് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 35.5 U. അതായത് ക്ലോറിന്റെ അറ്റോമിക് മാസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോറിന്റെ ആവറേജ് അറ്റോമിക് മാസ് ആണ്. എത്രയാണ് ക്ലോറിന്റെ ആവറേജ് അറ്റോമിക് മാസ്? 35.5 U. അപ്പോൾ 35.5 U. അപ്പം ക്ലോറിന്റെ ആവറേജ് അറ്റോമിക് മാസ് ആണ് എത്ര? 35.5 U. ഇത്രയാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ എന്താണ് അറ്റോമിക് മാസ് എന്നും എന്താണ് ആവറേജ് അറ്റോമിക് മാസ് എന്നും വ്യത്യാസം മനസ്സിലായല്ലോ. ഐസോടോപ്പ് ആയിട്ട് കാണപ്പെടുന്നതാണെങ്കിൽ ഒരു എലമെന്റിന് 2 ഐസോടോപ്പുകളൊക്കെ കാണുമായിരിക്കും, 2 കൂടുതൽ കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ആവറേജ് അറ്റോമിക് മാസ് ആണ് കണ്ടുപിടിക്കുന്നത്. അത് എങ്ങനെയാണ്? അന്തരീക്ഷത്തിലുള്ള പെർസെന്റേജ് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. അന്തരീക്ഷത്തിൽ ക്ലോറിൻ 2 രീതിയിൽ ഭാരത്തിൽ കാണപ്പെടുന്നു. 35 ഉണ്ട്, 37 ഉണ്ട്. അതിൽ 35 ആണ് 75% കാണപ്പെടുന്ന അന്തരീക്ഷത്തിൽ. 37 ആണെങ്കിൽ 25% ഉള്ളൂ. അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ഭാരം കണ്ടുപിടിച്ചു. അതിന്റെ ആവറേജ് അറ്റോമിക് മാസ് എത്രയാണ്? 35.5. അതാണ് അതിന്റെ മാസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മോളിക്കുലർ മാസ്. അപ്പൊ അറ്റോമിക് മാസ് എന്താണെന്ന് അറിയാം. മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു കോമ്പൗണ്ട് എന്നിട്ട് അതിന്റെ മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ അത് നമ്മൾ പറയാൻ പോകുന്നത് മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് നോക്കി. എക്സാമ്പിൾ CO2 മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്, നേരത്തെ 10ൽ പഠിച്ചതാണ്. എന്നാൽ ഒന്ന് നോക്കാം എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം അതിന്റെ അറ്റോമിക് മാസ് അറിയണം. കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 U. ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? ഒരു ഓക്സിജന്റെ ഭാരം എത്രയാണ്? 16 U. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത്? നോക്കിയോളൂ. എത്ര കാർബൺ ഉണ്ട് ഇവിടെ? ഒരു കാർബൺ. അപ്പോൾ 1 കൊടുത്തു, കുഴപ്പമില്ലല്ലോ. ഒരു കാർബണിന്റെ ഭാരം എത്രയാണ്? 12. ആ 12 കൊടുത്തു പ്ലസ്. ഇനി അടുത്ത ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. എത്ര ഓക്സിജൻ ഉണ്ട്? താഴെ കിടക്കുന്ന നമ്പർ ഉണ്ട് 2. അപ്പൊ 2 ഓക്സിജൻ ഉണ്ട്. 2 ഇൻറ്റു ഒരു ഓക്സിജന്റെ ഭാരം എത്രയാണ്? 8 ഉണ്ട്. 16 സമയത്തിന് നോക്കിയേ. 12 പ്ലസ് 32 സമയത്ര 44. 44 എന്തോന്ന്? U. കാരണം മോളിക്കുലർ മാസും എന്തിലാ പറയുന്നത്? യുയിലാണ് പറയുന്നത്. അപ്പൊ 44 U എന്നാണ് ആൻസർ. മനസ്സിലാവും? ഒരെണ്ണം കൂടെ നോക്കാം നമുക്ക്. H2O. നമുക്ക് H2O നോക്കാം. H2O ആകുമ്പോൾ എത്ര ഹൈഡ്രജന്റെ ഭാരം ആദ്യം പറയാം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 U ആണ്. അതേപോലെ ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 U ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? 2 ഹൈഡ്രജൻ. ഒരു ഹൈഡ്രജന്റെ ഭാരം എത്ര? 1 U പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട് ഇവിടെ? ഒരു ഓക്സിജൻ. ഒരു ഓക്സിജന്റെ ഭാരം എത്ര? 16. സമയം എത്ര വന്നു? 2 പ്ലസ് 16 സമയം എത്ര? 18 U. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിന്റെ മോളിക്കുലർ മാസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് അറ്റോമിക് മാസ് പറഞ്ഞു, മോളിക്കുലർ മാസ് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊരു കാര്യത്തെ കുറിച്ചാണ്. എന്താണ് ഗ്രാം അറ്റോമിക് മാസ് എന്നും എന്താണ് ഗ്രാം മോളിക്കുലർ മാസ് എന്നും? ഒന്നുമില്ല, അതിനകത്ത് പറയാനൊന്നുമില്ല. കാര്യം എന്താണ്? ആറ്റത്തിന്റെ ഭാരം ഗ്രാമിൽ പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഗ്രാം ഇട്ട് കൊടുത്താൽ മതി. യുവിന് പകരം ഗ്രാം ഇട്ട് കൊടുത്താൽ മതി. ഗ്രാമിൽ പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ് ആയി. ആറ്റത്തിന്റെ ഭാരം ഗ്രാമിൽ പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്. അപ്പൊ മോളിക്യൂളിന്റെ ഭാരം എന്തിൽ പറഞ്ഞാൽ? മോളിക്യൂളിന്റെ ഭാരം ഗ്രാമിൽ പറഞ്ഞാൽ ഗ്രാം മോളിക്കുലർ മാസ്. ഉദാഹരണത്തിന് ഇവിടുത്തെ എക്സാമ്പിളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഭാരം. കാർബണിന്റെ ഭാരം നമ്മൾ പറയാം. കാർബണിന്റെ ഭാരം 12 U എന്ന് എഴുതിയിരിക്കുകയാണ്. ഇതിന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്ര എന്ന് വെച്ചാൽ കാർബൺ സമം 12 ഗ്രാം. കണ്ട, ഗ്രാം അറ്റോമിക് മാസിനെ ചുരുക്കി നമുക്ക് എഴുതാം GAM എന്ന് എഴുതാം. ഗ്രാം മോളിക്കുലർ മാസ് ചുരുക്കി GMM എന്ന് എഴുതാം. കണ്ട, ഇത്രയേ ഉള്ളൂ. ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്ര? ഓക്സിജന്റെ ഭാരം നമുക്കറിയാം 16. അതിനുള്ള ഗ്രാം ഇട്ടാ ഗ്രാം അറ്റോമിക് മാസ് ആയി. ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഇനി അടുത്ത് നോക്കി, ഇവിടെ വന്ന എക്സാം നോക്കി. കാർബൺ ഡൈ ഓക്സൈഡ് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമുക്ക് മോളിക്കുലർ മാസ് 44 U എന്നറിയാം. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാം മോളിക്കുലർ മാസ് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? U മറ്റേ ഗ്രാം ഇട്ട് കൊടുത്താൽ 44 ഗ്രാം. നോക്കിയോ, വാട്ടറിന്റെ ഗ്രാം മോളിക്കുലർ മാസ് എത്രയെന്ന് വെച്ചാൽ എന്താ പറയണം? 18 ഗ്രാം. മനസ്സിലായോ? വളരെ സിമ്പിൾ അല്ലേ? അപ്പം ആറ്റത്തിന്റെ ഭാരത്തിനോടൊപ്പം ഗ്രാം കൂട്ടിയാൽ അത് ഗ്രാം അറ്റോമിക് മാസ് ആയി. മോളിക്കുലർ മാസിനോടൊപ്പം ഗ്രാം കൂട്ടിയാൽ അത് എന്തായി? ഗ്രാം മോളിക്കുലർ മാസ്. അപ്പോൾ അറ്റോമിക് മാസ് അറിയാം,
ഗ്രാം അറ്റോമിക് മാസ് അറിയാം, മോളിക്കുലർ മാസ് അറിയാം, ഗ്രാം മോളിക്കുലർ മാസ് അറിയാം. ഇങ്ങനെ നമ്മൾ പഠിക്കാനുണ്ട് ഫോർമുല മാസ്. അപ്പൊ നോക്കാം ഫോർമുല മാസ്. എന്താണ് ഫോർമുല മാസ്? അപ്പോൾ ഈ ഫോർമുല മാസിനും യൂയിൽ തന്നെ നമ്മൾ പറയും. നോക്കിക്കോണം. സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല മാസ് കണ്ടുപിടിക്കുക. നോക്കി ഞാൻ നോക്കി. സോഡിയത്തിന്റെ ഭാരം 23 ആണ്. ക്ലോറിന്റെ ഭാരം 35.5 U ആണ്. അറിയാമല്ലോ, ഇത് രണ്ടും നമുക്കറിയാം. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇതിന്റെ ഫോർമുല മാസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ. എത്ര സോഡിയം ഉണ്ട്? ഒരു സോഡിയം. ഭാരം എത്ര? 23 പ്ലസ് എത്ര ക്ലോറിൻ ഉണ്ട്? ഒരു ക്ലോറിൻ. ഭാരം എത്ര? 35.5 സമം എത്ര? 23 പ്ലസ് 35.5 സമം എത്ര? 58.5 U. ഓഹോ, അപ്പൊ പിന്നെ എന്താ വ്യത്യാസം? ഫോർമുല മാസും മോളിക്കുലർ മാസും രണ്ടും ഒന്നുമില്ല. അല്ല, വ്യത്യാസമുണ്ട്. ഫോർമുല മാസ് എപ്പോഴും നമുക്ക് അയോണിക് കോമ്പൗണ്ടുകളുടെ സെപ്പറേറ്റ് ആയിട്ട് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, ഫോർമുല മാസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റ് അയോണിക് കോമ്പൗണ്ടുകൾ. മറ്റേതപ്പോ ഏതായിരിക്കും? കോവലന്റ് കോമ്പൗണ്ടുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് മോളിക്കുലർ. അപ്പൊ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്ന ഏതാണ്? കോവലന്റ് കോമ്പൗണ്ടുകൾ. അയോണിക് മാസിന്റെ അയോണിക് കോമ്പൗണ്ടുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഫോർമുല മാസ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്, രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഫോർമുല മാസിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ് മോൾ. എന്താണ് മോൾ എന്ന് വെച്ചാൽ എനി സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് നോൺ ആസ് മോൾ. ഏതൊരു വസ്തുവിനകത്തും അവോഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു മോൾ എന്ന് പറയുന്നത്. പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താവാം? ആറ്റം ആവാം, മോളിക്യൂൾസ് ആവാം, ഇലക്ട്രോൺ ആവാം, എക്സെട്ര 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 എന്തുകൊണ്ടാവാം. അപ്പം അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോൾ അല്ലെങ്കിൽ 1 മോൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മോൾ എന്താണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്, ഞാൻ ഒരു ക്വസ്റ്റ്യനിലൂടെ വന്നിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കി, ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഏതാണ്? 44 ഗ്രാം ഹീലിയം ആറ്റത്തിനകത്ത് എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. മോൾ കണ്ടുപിടിച്ചാൽ മതി, എത്ര മോൾ ഉണ്ട്. അപ്പൊ 44 ഗ്രാം ഹീലിയം. അപ്പൊ ഇതിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. തന്നിരിക്കുന്ന ഹീലിയമാണ്. ഹീലിയം ഒരു ആറ്റമാണ്. ആറ്റം ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? മോൾ കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഉപയോഗിക്കണം. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. അപ്പൊ നോക്കാം എങ്ങനെ നോക്കി. മോൾ സമം, മോളിനെ കാണിക്കാൻ സൂചിപ്പിക്കുന്ന അക്ഷരം n ആണ്, സ്മോൾ ലെറ്റർ n ആണ്. n സമം ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ gm ഡിവൈഡഡ് ബൈ gam. നോക്കൂ, എത്രയാണ്? 44 ഭാഗം ഹീലിയത്തിന്റെ ഭാരം എന്ന് വെച്ചാൽ 4 ഗ്രാം. 44 ഗ്രാം ഭാരം 4 ഗ്രാം സമയം എത്ര? 11. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എത്ര? 11 മോൾ. മോൾ. ഇത് എന്തിന്റെ കേസിൽ? ആറ്റത്തിന്റെ കേസിൽ. ഇപ്പോൾ ഒരു മോളിക്യൂളാണ് തന്നിരിക്കുന്നതെങ്കിൽ അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? നോക്കൂ, ഒരു മോളിക്യൂൾ ഉദാഹരണത്തിന് 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ആണ്. അതിന്റെ മോൾ എങ്ങനെ കണ്ടുപിടിക്കും? മോൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. ഗിവൺ മാസ് എത്ര? ഇവിടെ 88 ഗ്രാം. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ അങ്ങനെ വരും ഗിവൺ മാസ് 88 ഗ്രാം ഭാഗം ഗ്രാം മോളിക്കുലർ മാസ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാം മോളിക്കുലർ മാസ് നേരത്തെ നമ്മൾ കണ്ടായിരുന്നു. എത്രയാ? 44 ഗ്രാം ആണ്. കണ്ടുപിടിക്കുന്ന രീതി അറിയാലോ. 44 ഗ്രാം ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 മോൾസ്. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി അടുത്ത് നോക്കിയാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നിരിക്കുക. അതിലുള്ള മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഫോർ എക്സാമ്പിൾ 6.022 × 10⁻23 കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിനകത്ത് എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനകത്ത് എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഇത്രയും പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ എളുപ്പമാണ്. ഇക്വേഷൻ ഇതിന് അപ്ലൈ ചെയ്താൽ മതി. n is equal to n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് സമം 6.022 × 10⁻23 ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. എത്രയാണ് അവോഗാഡ്രോ നമ്പർ? 6.022 × 10⁻23 തന്നെ. അപ്പം അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര മോൾ കിട്ടും? 1 മോൾ ആൻസർ. കണ്ടാ? കാര്യം. അപ്പം നമ്പർ ഓഫ് മോൾസ് പിടിക്കാൻ
എന്താണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. ഇതെന്ത് തന്നിരുന്നാൽ പാർട്ടിക്കിൾ തന്നിരുന്നാൽ. ഓക്കെ, പാർട്ടിക്കിൾ തന്നിരുന്നാൽ. ഇനി അടുത്തത് വോളിയം തന്നിരിക്കുകയാണ്, എന്നിട്ട് മോൾ കണ്ടുപിടിക്കാൻ ചോദിക്കുക. എക്സാമ്പിൾ ചോദ്യം ചോദിക്കുകയാണ് 44.8 ലിറ്റർ അമോണിയ NH3 എന്നാണ് ചോദ്യം. അമോണിയ NH3 എന്നാണ് ചോദ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം എങ്ങനെ, അതിന്റെ മോൾ എങ്ങനെ കണ്ടുപിടിക്കും? മോൾ കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ? മോൾ N given volume divided by molar volume at STP. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ എന്നാണ്. എന്ന് പറയുമ്പോൾ ഗിവൺ വോളിയം എത്ര? 44.8 ഭാഗം മോളാർ വോളിയം എത്ര? 22.4 സമയം എത്ര മോള്? 2 മോൾ. ഓക്കെ ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? മോള് കണ്ടുപിടിക്കുന്നത്. അപ്പം മോളിനെ കുറിച്ച് പറഞ്ഞു. മോൾ എന്ന് വെച്ചാൽ ഒരു വസ്തുവിൽ എത്രയാണ്? 6.022 × 10⁻³ പാർട്ടിക്കിൾസ് അടങ്ങിയിരിക്കുന്നതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കണക്കുകളുണ്ട്, നമുക്ക് ആ കണക്കിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഇന്ന് മോളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാൽക്കുലേഷനിലേക്ക് വരാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരാം. ഫൈൻഡ് ഔട്ട് ദ മോൾ പ്രസന്റ് ഇൻ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് and atoms present in the following. Okay, ചോദ്യം A 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിനകത്തുള്ള നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? മോളിക്യൂൾസ് ആറ്റവും കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറയാം. നിങ്ങൾ ബലൂൺ മനസ്സിലാക്കുന്നത്, ബലൂൺ ഇതാണ് ബലൂൺ. ഓക്കെ, ആ ബലൂണിനകത്ത് ഞാൻ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിനകത്ത് എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിനകത്ത് എത്ര ആറ്റം ഉണ്ടെന്നും മോളിക്യൂൾസ് ഉണ്ടെന്നും കണ്ടുപിടിക്കും. അപ്പം അത് ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്ന് ചെയ്യുമ്പോൾ നോക്കാം. നേരെ ക്വസ്റ്റ്യൻ എടുക്കും. അപ്പം നമുക്ക് ഇവിടെ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം? ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. എന്തുകൊണ്ട് ഞാൻ ഗ്രാം മോളിക്കുലർ മാസ് എടുത്തു? കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ആണ്, നമുക്കറിയാം അതൊരു മോളിക്യൂൾ ആണ്. അപ്പൊ അതിന്റെ വാല്യൂ എടുക്കണം. അപ്പൊ നമ്മൾ ഇക്വേഷനോട്ട് വരുന്നു. മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. ചെയ്തു 88 ഭാഗം കാർബൺ ഡൈ ഓക്സൈഡിന്റെ GMM എത്രയാണ്? GMM ഓഫ് നോക്കാം. GMM ഓഫ് CO2 സമം എത്രയാണ്? എത്ര കാർബൺ? ഒരു കാർബൺ, ഭാരം 12 പ്ലസ് എത്ര ഓക്സിജൻ? 2 ഓക്സിജൻ, ഭാരം 16 സമം 12 പ്ലസ് 32 സമം നമ്മൾ കണ്ടത് തന്നെയാണ് 44 ഗ്രാം. ഭാഗം 44 ഗ്രാം സമയം എത്ര കിട്ടി? 2 മോള്. ഇത് മോളായോളൂ, നമുക്ക് മോള് മനസ്സിലാകും. മോളായോളൂ എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാൻ നേരത്ത് ആ ബലൂണിനകത്ത് 2 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഉണ്ടെന്ന്. 2 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ് നോക്കാം. മോളിക്യൂൾ പറയാൻ വളരെ സിമ്പിൾ ആണ്, വേറെ ഒന്നുമല്ല. എത്ര മോൾ ഉണ്ടോ ആ മോൾ എടുക്കുക, അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നോക്കിയാൽ എത്ര പാർട്ടിക്കിൾസ്? അവോഗാഡ്രോ നമ്പർ എത്രയാ? 6.022 × 10⁻23. അപ്പൊ എത്ര മോളിക്യൂൾസ്? 2 × 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് 2 × 6.022 × 10⁻23. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് നോക്കാം. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനായിട്ട് അറ്റോമിസിറ്റി അറിയണം. വാട്ട് ഈസ് അറ്റോമിസിറ്റി? നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂൾ പ്രസന്റ് ചെയ്യിക്കുന്ന നമ്പർ ഓഫ് ആറ്റത്തിന്റെ എണ്ണത്തെ പറയുന്ന പേരാണ് അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കാം, ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ അറ്റോമിസിറ്റി എത്രയാണ്? എത്ര ആറ്റങ്ങളുണ്ട്? കാർബൺ ഒരു ആറ്റം, ഓക്സിജൻ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അപ്പം 1 2 ഓക്സിജൻ ചേർക്കുമ്പോൾ മൊത്തത്തിൽ എത്ര ആറ്റം ഉണ്ട്? 3 ആറ്റം ഉണ്ട്. മൊത്തത്തിൽ എത്ര ആറ്റം ഉണ്ട്? 3 ആറ്റം. അപ്പൊ നോക്കാം, അതിനെ ചെയ്യേണ്ടത് എത്രയുണ്ട്? അറ്റോമിസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ്. അറ്റോമിസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര? 2 × 6.022 × 10⁻23 സമയം എത്ര കിട്ടും? 6 × 6.022 × 10⁻23. കണ്ട
ഇത്രയാണ് അതിൻ്റെ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാനുള്ള രീതി. അതേപോലെ ഇവിടെയും പറയാം. ഇതിനകത്ത് മൊത്തത്തിൽ എത്ര ആറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കി, 2 കാർബൺ ഡൈ ഓക്സൈഡ് എഴുതി വെച്ചു, 2 മോൾ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് എത്ര ആറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മൊത്തത്തിൽ കൂട്ടി വയ്ക്കിയത് എത്ര ആറ്റം ഉണ്ട്? 1 കാർബൺ 2 ഓക്സിജൻ, 1 കാർബൺ 2 ഓക്സിജൻ 3 ആയി, 4 5 6 ആറായില്ലേ? 6 × 6.02 × 10⁻23. ഇത്രയാണ് അതിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ രീതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. 44.8 ലിറ്റർ SO2 ഗ്യാസ് ഉണ്ട്. മനസ്സിലാവോ? അപ്പൊ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ബലൂൺ, നേരത്തെ കണക്ക് തന്നെ ബലൂൺ ഉണ്ട്. ആ ബലൂണിനകത്ത് ഏത് ഗ്യാസ് ഉണ്ട്? SO2 ഗ്യാസ് ഉണ്ട്. SO2 ഗ്യാസ് ഉണ്ട്. എത്ര ലിറ്റർ ആണ് അതിനകത്ത് മൊത്തത്തിൽ ഉള്ളത്? 44.8 ലിറ്റർ ഉണ്ട് അതിനകത്ത്. 8 ലിറ്റർ, 44.8 ലിറ്റർ. എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? അതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണവും മോളിക്യൂളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പം ആറ്റങ്ങളുടെ എണ്ണവും മോളിക്യൂളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാലേ പറ്റൂ? ആദ്യം അതിന് മോള് കണ്ടുപിടിക്കണം. എന്താ തന്നിരിക്കുന്നത്? ലിറ്റർ അല്ലേ? അതായത് വോളിയമാണ് തന്നിരിക്കുന്നത്. വോളിയം തന്നിരുന്നാൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇക്വേഷൻ ഉണ്ട്, മോൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് സമം ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയം. ഗിവൺ വോളിയം എത്രയാണ്? തന്നിരിക്കുന്ന വോളിയം എത്രയാണ്? 44.8 ലിറ്റർ ഡിവൈഡഡ് ബൈ മോളാർ വോളിയം എത്രയാണ്? 22.4 ലിറ്റർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മോൾ കിട്ടും. എത്ര മോൾ കിട്ടി? 2 മോൾസ്. ക്യാൻസൽ ചെയ്യുമ്പോൾ 2 മോൾസ് കിട്ടി, 2 മോൾസ് കിട്ടി. കണ്ടല്ലോ? ഇനി ഇതിനകത്തുള്ള മോളിക്യൂളുടെ എണ്ണം കണ്ടുപിടിക്കുക. അതായത് നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ എത്ര SO2 ഉണ്ട് അർത്ഥം? 2 മോൾ കിട്ടിയെങ്കിൽ എത്ര SO2 ഉണ്ട്? 2 SO2 മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് 2 SO2 മോളിക്യൂൾസ് ഉണ്ട്. SO2 മൊത്തത്തിൽ 2 SO2 മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ പറയാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് മോളിക്യൂൾസ് സമം എത്രയാണ്? അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഏതിനെ? മോളിനെ. മോൾ എത്ര? 2 × 6.022 × 10⁻23. ഇതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇതിനകത്ത് ആറ്റം എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ആറ്റം സമം നോക്കാം. SO2 ന്റെ അറ്റോമിസിറ്റി അറിയണം. അറ്റോമിസിറ്റി എത്ര? 1 S 2 ഓക്സിജൻ, 1 S 2 ഓക്സിജൻ. അപ്പൊ മൊത്തത്തിൽ എത്ര? 3 ഇൻറ്റു അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾ എത്ര? 2 × അവോഗാഡ്രോ നമ്പർ. ആൻസർ എത്ര? 6 × അവോഗാഡ്രോ നമ്പർ. മനസ്സിലാവോ? ഇതാണ് അതിന്റെ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കുന്ന രീതി. അതേപോലെ ഇവിടെ നമുക്ക് പറയാം. ഇവിടെ മൊത്തത്തിൽ എത്ര ആറ്റം ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ ആറ്റം കിട്ടും. 1 2 3 4 5 6. 4 ഓക്സിജനും 2 സൾഫർ. ഇങ്ങനെയാണ് അതിന്റെ ആറ്റം കണ്ടുപിടിക്കുന്നത്.